ശ്രീഹരേ നമ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ. ശ്രീ മഹാദേവി നമ. പിന്നെ നമ്മൾ പ്രിയവ്രത ചരിതത്തിലേക്കാണ് കടക്കുന്നത്. പ്രിയവ്രതൻ ഉത്താനപാദന്റെ സഹോദരൻ അറിയാലോ. സ്വയംഭവനുവിന്റെ മൂത്തപുത്രനാണല്ലോ പ്രിയവ്രതൻ. അദ്ദേഹം വളരെയധികം ധർമ്മനിഷ്ഠനും സദാചാര തൽപരനും ആയിരുന്നു. അദ്ദേഹം വിശ്വകർമ്മണന്റെ പുത്രിയായ ബർഹിഷ്മതിയാണ് വധുവായി വിവാഹം കഴിച്ചത്. ആ രാജകുമാരിയിൽ 10 പുത്രന്മാരിൽ ഒരു പുത്രിയെയും ജനിപ്പിക്കുകയും ചെയ്തു. ആഗ്നീന്ദ്രൻ, യുദ്ധമജിഹ്വൻ, മഹാവീരൻ, രത്നബാഹു, രുക്മശുക്ലൻ, ഘൃതപൃഷ്ഠൻ, സവനൻ, മേധാതിഥി, വീതിഹോത്രൻ, കവി എന്നിങ്ങനെയാണ് ആൺകുട്ടികളുടെ പേര്. പെൺകുട്ടിയുടെ പേര് ഊർജ്ജസ്വതി എന്നായിരുന്നു. പുത്രന്മാരിൽ സവനൻ, മേധാതിഥി, കവി തുടങ്ങിയവർ ജിതേന്ദ്രന്മാരായ ആധ്യാത്മിക ജീവിതം നയിച്ച് പരമഹംസന്മാരായി എന്ന് പറയുന്നു. പ്രിയവ്രതന് മറ്റൊരു ഭാര്യയിൽ ഉത്തമെന്നും താമസെന്നും രൈവതെന്നും തുടങ്ങിയിട്ട് 3 പുത്രന്മാർ വേറെയും ഉണ്ടായിരുന്നു. അവർ മന്വന്തരത്തിന്റെ അധിപതികളായി തീരുകയും ചെയ്തു എന്ന് പറയുന്നു. തേജോമയനായ ആദിത്യ ഭഗവാൻ മഹാമേരു പർവ്വതത്തെ ചുറ്റി ഭൂമണ്ഡലത്തെ പ്രകാശിപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത്. നമ്മൾ പറയും സൂര്യൻ ഉദിച്ചു കിഴക്കുന്നുദിച്ചു പടിഞ്ഞാറ് അസ്തമിച്ചു. ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഭൂമിനെ ഇങ്ങനെ കറങ്ങി 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 പ്രകാശം വരുത്തല്ലേ ചെയ്യുന്നത്. ഒരു ഭാഗത്ത് പ്രകാശം വരുമ്പോൾ മറുഭാഗത്ത് ഇരുട്ട് വരുന്നത് കണ്ട് എല്ലാ ഭാഗത്തും ഒറ്റുപോലെ പ്രകാശം വേണം എന്ന് പറഞ്ഞിട്ട് ഈ പ്രിയവ്രതൻ എന്ത് ചെയ്തു? സൂര്യശോഭയുള്ള രഥത്തിൽ കയറി സഞ്ചരിക്കാൻ തുടങ്ങി. അങ്ങ് എപ്പോഴും രാത്രി വേണ്ട, ഇരുട്ട് വേണ്ട, എപ്പോഴും പകലായിരിക്കണം എന്ന് പറഞ്ഞിട്ട് എത്ര ബുദ്ധിമുട്ടാന്ന് ആലോചിച്ച് നോക്കിക്കോ. അങ്ങനെ 7 വട്ടം പ്രദക്ഷിണം ചെയ്തപ്പോൾ ആ രഥത്തിന്റെ ചക്രം പതിഞ്ഞ് 7 ദ്വീപുകളും അതിനെ പറ്റി ചുറ്റിയിട്ട് 7 സമുദ്രങ്ങളും ഉണ്ടായി. അതാണ് സപ്തസമുദ്രങ്ങൾ എന്ന് നമ്മൾ പറയുന്ന സംഭവം. ജംബുദ്വീപം, പ്രക്ഷം, ശാൽമലി, കുശം, ക്രൗഞ്ചം, ശാകം, പുഷ്കരം എന്നിവയാണ് 7 ദ്വീപുകൾ. ഈ 7 ദ്വീപുകൾക്ക് ചുറ്റും 7 സമുദ്രങ്ങളും ഉണ്ടായി. ആ സമുദ്രങ്ങളുടെ പേര് ഞാൻ പറയാം. ക്ഷാരം, കരിമ്പുനീർ, മദ്യം, നെയ്യ്, പാല്, തൈര്, തെളിനീര്. ഇങ്ങനെയാണ് ഈ 7 സമുദ്രങ്ങളും. മധുരമുള്ള സമുദ്രമൊക്കെ ഉണ്ടായിരുന്നു എന്നർത്ഥം. ഓരോ ദ്വീപിനും കിടങ്ങുകളായി ശത്രുക്കൾ എന്ന് രക്ഷിച്ചു. ഇവയാണ് സപ്തസമുദ്രങ്ങൾ. ഈ ദ്വീപിന് ചുറ്റിയിട്ടാണ് ഈ സമുദ്രങ്ങൾ. ഉപ്പുനീരാൽ ചുറ്റപ്പെട്ട ജംബുദ്വീപിന്റെ അധിപതിയായി ആഗ്നേയനെ പ്രിയവ്രതൻ വാഴിച്ചു. കരിമ്പ് നീരാൽ ചുറ്റപ്പെട്ട പ്ലാക്ഷദ്വീപിന്റെ നാഥനായി യുദ്ധമജുഹനെയും മദ്യം ഒഴുകുന്ന ശാൽമലി ദ്വീപിൽ യജ്ഞബാഹുവിനെയും അതുപോലെ തന്നെ നെയ്യൊഴുകുന്ന കുശദ്വീപിൽ രുക്മരേതസ്സിനെയും അധിപതിയാക്കി. പശുവും വേണ്ട, പാലും വേണ്ട, ഒന്നും വേണ്ട, നെയ്യൊഴുകാൻ. പാലൊഴുകുന്ന സമുദ്രത്താൽ ചുറ്റപ്പെട്ട ക്രൗഞ്ചദ്വീപിന്റെ നാഥനായി ഘൃതപൃഷ്ഠനെയും ദധിസമുദ്രത്താൽ ചുറ്റപ്പെട്ട കുശദ്വീപുണ്ടല്ലോ അതിന്റെ അധിപതിയായി ആരെയാണ് വാഴിച്ചത്? മേധാതിഥിയെയും വാഴിച്ചു. അതുപോലെ തന്നെ തെളിനീരൊഴുകുന്ന സമുദ്രത്താൽ ചുറ്റപ്പെട്ട പുഷ്കരദ്വീപിന്റെ ഭരണം ആർക്കാണ് കൊടുത്തത്? വീതിഹോത്രന് കൊടുത്തു. അങ്ങനെ മകളായ ഊർജ്ജസ്വതിയെ ശുക്രാചാര്യർക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അവർക്കുണ്ടായ പുത്രിയാണ് പേരുകേട്ട ദേവയാനി. ഊർജ്ജസ്വതി പുത്രി എന്ന് പറയുന്നുണ്ടല്ലോ മഹാഭാരതത്തിലെ. സപ്തദ്വീപങ്ങളുടെ 7 പുത്രന്മാർക്കും ഭാഗിച്ചു കൊടുത്ത് പ്രിയവ്രതൻ ഭഗവത് ഭജനത്തിന് വനത്തിലേക്ക് യാത്രയായി. ഇനി കുട്ടികൾ വേണ്ട പോലെ എന്തെങ്കിലും ചെയ്തോട്ടെ, ഞാൻ പോകുന്നു, ഭഗവാൻ ആശ്രയിക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം പോയി. പിന്നെയും ചോദിക്കുകയാണ്, ദേവർഷി ഭൂമണ്ഡലത്തിന്റെ ശരിയായ കിടപ്പിനെ പറ്റി പറഞ്ഞു തരാം. ദേവർഷിക്ക് പറഞ്ഞു കൊടുക്കുന്നു. ആര്? ബ്രഹ്മാവ്. ആദ്യം ജംബുദ്വീപിനെ പറ്റി പറയാം. ഇതിന്റെ ആകൃതി എങ്ങനെയാന്ന് വെച്ചാല് താമരയുടെ ഉള്ളിലെ കർണിക പോലെ അങ്ങനെയല്ല, താമരയുടെ നടുവിലുള്ള കർണിക ഉണ്ടാവുക വൃത്താകൃതിയിലാണ്. ഈ ദ്വീപിൽ 9,000 യോജന വിസ്താരമുള്ള 9 ഖണ്ഡങ്ങളും ഉണ്ട്. അവയാണ് വർഷങ്ങൾ എന്ന് പറയുന്നത്. അല്ലാതെ ഈ മഴേനെയല്ല വർഷങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കും വർഷം എന്ന് പറഞ്ഞാൽ മഴയല്ല. ഓരോ ഖണ്ഡങ്ങളെയും വിഭജിക്കുന്ന 8 പർവ്വതങ്ങളും ഉണ്ട്. ഈ ഖണ്ഡങ്ങളിൽ ഏറ്റവും നടുക്കാണ് മേരുപർവ്വതം. ഈ പർവ്വതത്തിന് 1,00,000 യോജന പൊക്കമുണ്ട്. ചെറിയ പൊക്കമൊന്നല്ല.
1,00,000 യോജന. ഏതിന്? മേരുപർവ്വതത്തിന്. ഭൂമിയാകുന്ന താമരപ്പൂവിന്റെ കർണികയാണ് മഹാമേരു പർവ്വതം. അത് മനസ്സിലാക്കുക. ഇതിനു മുകളിൽ 32,000 യോജനയും ഭൂമിക്കടിയിൽ 16,000 യോജനയും വിസ്താരമുണ്ട് കേട്ടോ. ഇളാവൃതത്തിന്റെ വടക്കുഭാഗത്ത് നീലം, ശ്വേതം, ശൃംഗവാൻ എന്നീ 3 പർവ്വതങ്ങൾ ക്രമത്തില് രമ്യകം, ഹിരണ്മയം, കുരു എന്നീ ഖണ്ഡങ്ങളുടെ അതിർത്തി പർവ്വതങ്ങളാണ്. ഈ പർവ്വതങ്ങൾ കിഴക്ക് പടിഞ്ഞാറായി നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. കിഴക്കും പടിഞ്ഞാറും ഉപ്പ് സമുദ്രത്തെ തൊട്ട് കിടക്കുന്നു. അവയുടെ വിസ്താരം 2 യോജന വീതമാണ്. ഈ ഓരോ പർവ്വതങ്ങളും ആദ്യം പറഞ്ഞവയിൽ നിന്ന് 10-1 വീതം നീളം കുറഞ്ഞിരിക്കും. ഇളാവത്തിന് തെക്കുഭാഗത്തായി നിഷധം എന്നും ഹേമകൂടം എന്നും ഹിമാലയം എന്നും 3 പർവ്വതങ്ങളുണ്ട്. ഏതാണ്? നിഷധം, ഹേമകൂടം, ഹിമാലയം. ഈ പർവ്വതങ്ങൾക്ക് 10,000 യോജന ഉയരമുണ്ട്. ഈ 3 പർവ്വതങ്ങൾ കിംപുരുഷം, ഹരിവർഷം, ഭാരതം എന്നീ ഖണ്ഡങ്ങളുടെ അതിർത്തി പർവ്വതങ്ങളാണ്. അത് മനസ്സിലാക്കുക. അപ്രകാരം തന്നെ ഇളാവൃതത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി മാല്യവാൻ എന്ന പർവ്വതവും കിഴക്കുഭാഗത്ത് ഗന്ധമാദന പർവ്വതവും സ്ഥിതി ചെയ്യുന്നുണ്ട്. മാല്യവാൻ എന്ന പർവ്വതം നീലപർവ്വതം വരെയും ഗന്ധമാദനം നിഷധപർവ്വതം വരെയും വ്യാപിച്ചു കിടക്കുന്നു. ഗംഭീരമായി. മാല്യവാൻ, ഗന്ധമാദൻ എന്നീ പർവ്വതങ്ങൾക്ക് 2,000 യോജന വീതം നീളവുമുണ്ട്. മന്ദരം, മേരുപർവ്വതം, മേരുമന്ദരം, സുപാർശ്വം, കുമുദം എന്നിങ്ങനെയാണ് 4 പർവ്വതങ്ങൾ. 10,000 യോജന വിസ്താരവും ഉയരവും ഉണ്ട് ഈ 4 പർവ്വതങ്ങൾക്ക്. എന്താണ്? മന്ദരം, മേരുമന്ദരം, സുപാർശ്വം, കുമുദം. അങ്ങനെ 4 പർവ്വതങ്ങൾ. ഈ 4 പർവ്വതങ്ങളും മഹാമേരു പർവ്വതത്തിന്റെ 4 ഭാഗത്തുമായി താങ്ങ് പർവ്വതങ്ങളായി തൊട്ട് നിൽക്കുന്നു. ഈ വലിയ പർവ്വതം ഇടിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ 4 പേരുണ്ട്, കട്ടലിന് കാല് പോലെ. മന്ദരപർവ്വതത്തിൽ തേന്മാവ്, മേരുപർവ്വതത്തിൽ ഞാവലി, സുപാർശ്വത്തിൽ കടമ്പ്, കുമുദത്തിൽ പേരാല് എന്നീ 4 വലിയ വൃക്ഷങ്ങൾ നിൽക്കുന്നുണ്ട്. സാധാരണ വൃക്ഷങ്ങളാണ്, അവരെ അത്ര പറയാനില്ലല്ലോ, വലിയ വൃക്ഷങ്ങൾ. ഈ 4 വൃക്ഷങ്ങൾക്കും 1000 യോജനയിലധികം ഉയരവും അതുപോലെ തന്നെ കൊമ്പുകൾക്ക് അത്ര തന്നെ വിസ്താരവും ഉണ്ട്. അത്ര ഗംഭീരപ്പെട്ട വൃക്ഷങ്ങളാണ് ഇവ 4. ഈ വൃക്ഷങ്ങൾ 4 പർവ്വതങ്ങളുടെ കൊടിക്കൂറ പോലെ തിളങ്ങി നിൽക്കുന്നു. കാറ്റിലിങ്ങനെ ആടിക്കൊണ്ടല്ലോ. ഈ 4 പർവ്വതങ്ങളിലായി 4 സരസ്സുകളും ഉണ്ട്. അവയില് ജലം ക്രമത്തിൽ ഒന്നിൽ പാല്, ഒന്നിൽ തേന്, ഒന്നിൽ കരിമ്പ് നീര്, ഒന്നിൽ നല്ല തെളിനീര്, കലക്കില്ലാതെ വെള്ളം. ഇവയില് ജലം കുടിക്കുന്ന സിദ്ധന്മാര്, ഗന്ധർവന്മാര് തുടങ്ങിയവർ യോഗ ഐശ്വര്യം പ്രാപിക്കുന്ന അത്ര മഹത്തരമായ വെള്ളാണ് അതിലുള്ളത് ജലം. ഈ പർവ്വതങ്ങളിൽ ഓരോന്നിലായി നന്ദനം, ചൈത്രരഥം, വൈഭ്രാജകം, സർവതോഭദ്രം എന്നീ പേരുകളിൽ 4 ദേവോദ്യാനങ്ങളുമുണ്ട്. ഇതൊക്കെ നമ്മുടെ മഹാഭാരതത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. ഈ ഉദ്യാനങ്ങളിൽ ദേവശ്രേഷ്ഠന്മാരെ ഉപദേവഗണങ്ങളാൽ സ്തുതിക്കപ്പെട്ടവരായി പരമസുന്ദരികളായ ദേവസ്ത്രീകളോടൊത്ത് വിനോദിക്കുകയാണ്. മന്ദരപർവ്വതത്തിന് കൊടുമുടിയിൽ 1100 യോജന ഉയരമുള്ള തേന്മാവിൽ നിന്ന് അമൃതം പോലെ സ്വാദുള്ള മാമ്പഴങ്ങൾ വീണ് കിടക്കുന്നു. അയ്യോ, വീണുടഞ്ഞു കിടക്കുന്ന മാമ്പഴങ്ങളുടെ അതിമധുരവും സുഗന്ധിയും ചുവപ്പ് വർണ്ണത്തോടു കൂടിയതുമായ രസത്തിന്റെ പ്രവാഹ നിമിത്തം അരുണോദ എന്നു പേരുള്ള നദി മന്ദരപർവ്വതത്തിന്റെ കൊടുമുടിയിൽ നിന്ന് ഉത്ഭവിച്ച് എവിടേക്കൊഴുകുന്നു? ഇളാവൃതത്തിന്റെ കിഴക്കുഭാഗത്തെ കൂടി നനച്ചുകൊണ്ടിരിക്കുന്നു. അരുണാദേവിയും പാപത്തെ നശിപ്പിക്കാനായി അവിടെ വാഴുകയാണ്. എല്ലാവർക്കും അഭയം നൽകുന്ന ആ ദേവി സർവാഭിഷ്ടപ്രദായിനി തന്നെയാണ്. ആ ദേവിയെ ദേവന്മാർ പലതരം ഉപഹാരങ്ങളെ കൊണ്ടും, ഏത് ദേവി മനസ്സിലായില്ലേ? അരുണാദേവി. ആ ദേവിക്ക് ഉപഹാരങ്ങൾ കൊടുത്തിട്ടും ബലികൾ അർപ്പിച്ചും പൂജിച്ച് ക്ഷേമവും ഐശ്വര്യവും സമ്പാദിക്കുന്നു. ആ ദേവിയെ കാന്തി, ആദ്യ, ഈശ്വരമാലിനി, മായ, നിസ്തുല, ദുഷ്ടഗ്നി, മുക്തി എന്നൊക്കെ പേരുകൾ വിളിച്ച് വാഴ്ത്തി സ്തുതിക്കുന്നു. ആ പൂജാപ്രഭാവം കൊണ്ട് ഭാഗമൊക്കെ
സ്വർണമായി തീർന്നു എന്ന് പറയുന്നു. അങ്ങനെ ഭുവനലോക വർണ്ണനം എന്ന 5-ാം അധ്യായമാണ് ഇപ്പൊ ദേവീപാദങ്ങളെ നമ്മൾ സമർപ്പിച്ചത്. ഇനിയിപ്പോ ദേവിയുടെ വർണ്ണനയാണ് പറയുന്നത്. ദേവർഷേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു നദി ഇളാവൃതത്തിന്റെ കിഴക്ക് ഭാഗത്തിൽ കൂടി ഒഴുകുന്നുണ്ടെന്ന്. പാർവതീ ദേവിയും തോഴിമാരും ഈ നദിയിലിറങ്ങി കുളിക്കുമ്പോൾ അവരുടെ ദേഹത്തിൽ നിന്ന് പുറപ്പെടുന്ന സുഗന്ധം കൊണ്ട് ആ നദിയിൽ തട്ടി വരുന്ന കാറ്റിനും നല്ല സുഗന്ധം അനുഭവപ്പെടുന്നു. ആരുടെ? പാർവതീ ദേവിയുടെ ആ ശരീരത്തിൽ നിന്ന് വരുന്ന ആ സുഗന്ധം ചെറിയ സ്ഥലത്തുനിന്നുള്ള 10 യോജനയോളം വ്യാപിച്ചിരിക്കുന്നു. ജംബുവൃക്ഷങ്ങളുടെ ഉയരത്തിൽ നിന്ന് വീഴുന്ന കായകൾ പൊട്ടിച്ചിതറി അതിൽ നിന്നുള്ള രസം ഊറിക്കൂടിയ ജംബൂതരംഗിണി മേരുപർവ്വതത്തിൽ പതിച്ച് തെക്ക് ഭാഗത്തിൽ കൂടെ അങ്ങനെ ഒഴുകുകയാണ്. ഞാവൽപ്പഴങ്ങളിൽ ഏറ്റവും പ്രിയമുള്ള ജംബാദീനീശ്വരി ആ സ്ഥലങ്ങളിലെ ദേവന്മാരാലും താപസന്മാരാലും സ്തുതിക്കപ്പെടുന്നു. ഈ ജംബു എന്ന് വെച്ചാൽ ഞാവൽപ്പഴാണെന്നാണ് തോന്നുന്നത്. ആ സ്ഥലങ്ങളിലെ ദേവന്മാരാലും താപസന്മാരാലും സ്തുതിക്കപ്പെടുന്നു. ആ ദേവി ഉണ്ടല്ലോ, ഇവരെല്ലാവരുടെയും സങ്കടങ്ങൾ തീർത്തും വിഘ്നങ്ങൾ പരിഹരിച്ചും വാഴുന്ന ദേവിയാണ്. ആ ദേവിയെ ജനങ്ങള് കോകിലാക്ഷി എന്നും കൃപാമൂർത്തി എന്നും കാമരൂപിണി എന്നും കാമപൂജ്യ എന്നും ധന്യ എന്നും കഠോരാംഗി എന്നും നാഗിമാന്യ എന്നും ഗർഭസ്ഥിനി എന്നീ നാമങ്ങൾ ജപിച്ച് സ്തുതിക്കുന്നു. അതുപോലെ ജംബൂ നദിക്കരയുള്ള മണ്ണുണ്ടല്ലോ, ആ മണ്ണ് പോലും ഈ ഞാവൽപ്പഴത്തിന്റെ നീര് വെയിൽ തട്ടി സ്വർണമായി തീർന്ന വിദ്യാധര സ്ത്രീകൾക്ക് ഒരു ആഭരണമായി തീർന്നു എന്നാണ് പറയുന്നത്. അവിടുത്തെ സ്വർണം എടുത്ത് ദേവന്മാർ തങ്ങളുടെ പ്രേമഭാജനങ്ങൾക്ക് രത്നകിരീടവും അതുപോലെ അരഞ്ഞാണവും സ്വർണ്ണാഭരണങ്ങളും തീർപ്പിച്ചു കൊടുക്കാറുണ്ട്. സുപാർശ്വ പർവ്വതത്തിലുള്ള കടമ്പ് വൃക്ഷത്തിൽ നിന്നും 5 ധാരകൾ ആ പർവ്വതത്തിന്റെ ശിഖരത്തിൽ മധുരൂപമായി വീണ് ഇളാവൃതത്തിന്റെ പടിഞ്ഞാറ് ഭാഗം വഴി ചരിക്കുകയാണ്. ഇത് സേവിക്കുന്ന ദേവന്മാരുടെ മുഖത്തിൽ നിന്ന് പുറപ്പെടുന്ന സൗരഭ്യം കാറ്റിൽ 100 യോജനയോളം ദൂരത്തിലാണ് വീശുന്നത്. ചെറിയ സ്ഥലത്തൊന്നല്ല. അവിടെ വാഴുന്ന മഹാദേവിയെ ധാരേശ്വരി എന്നും മഹാനന എന്നും കാലരൂപ എന്നും മഹോത്സാഹ എന്നും കരാളദേഹ, കാളാംഗി, കാന്താരഗ്രഹണേശ്വരി, ദേവേഡ്യ, കർമ്മഫല എന്നിങ്ങനെയുള്ള പേരുകളിലാണ് പൂജിക്കപ്പെടുന്നത്. കുമുദപർവ്വതത്തിലെ ശതബല എന്നു പേരുള്ള വലിയ പേരാലി തൂങ്ങി നിൽക്കുന്ന തന്റെ വേടുകളിൽ കൂടി നദം, പാല്, തൈര്, നെയ്യ്, തേൻ, ശർക്കര തുടങ്ങിയവയും വസ്ത്രങ്ങളും ആഭരണങ്ങളും ശയ്യാസാമഗ്രികളും ഒഴുകുകയാണ്. ഇളാവൃതത്തിന്റെ വടക്കായി നദങ്ങൾ ഒഴുകുന്നുണ്ട്. ഈ സ്ഥലങ്ങളിൽ ഈശ്വരിയായി മീനാക്ഷിയെ ദേവാസുരന്മാർ നമസ്കരിക്കുന്നു. അവിടെ ദേവിക്ക് മീനാക്ഷി എന്നാണ് പേര് കൊടുത്തത്. ആ ദേവി നീണ്ട ഇടതൂർന്ന കാർകൂന്തലോട് കൂടിയും നീല പട്ടാമ്പരവും ചാർത്തി സ്വർലോകവാസികൾക്ക് ഇഷ്ടവരദാനം നൽകുകയാണ്. മയിലിന്റെ ശോഭയുള്ള ആ ദേവി സ്കന്ദമാതാവാണ്. ആ ദേവിയെ മാരമോഹിനി, അതുപോലെ മാരേട്യ, അതിമാന്യ, മഹാപൂജ്യ, മത്തമാതംഗ, ഗാമിനി എന്നീ പേരുകൾ ജപിച്ച് മീനാക്ഷി പൂജ ചെയ്യണം. മത്തമാതംഗ ഗാമിനി, മാതംഗം എന്ന് പറഞ്ഞാൽ ആന, അങ്ങനെ ആനച്ചന്തം ആണ് ഈ ദേവി നടത്തത്തിനാണ് വർണ്ണിക്കുന്നത്. ഈ നദങ്ങളിൽ ജലം പാനം ചെയ്യുന്നവർക്ക് ക്ഷീണം ഉണ്ടാവില്ല, വേർപ്പുണ്ടാവില്ല, ദുർഗന്ധം ഉണ്ടാവില്ല. അതുമാത്രല്ല ജര, മൃത്യു, ഭയം തുടങ്ങിയവ ഒന്നും ഉണ്ടാവുകയില്ല. പരമാനന്ദവും സുഖവും ലഭ്യമാകുവവർക്കാണ് പറയുന്നു. ആ മഹാഹേമഗിരിയുടെ സ്ഥിതിയും സുമേരു പർവ്വതത്തിന്റെ പാദാദ്രികകളെയും പ്രത്യേകമായി പറഞ്ഞു തരാട്ടോ. ആ പർവ്വതത്തിന്റെ മൂലഭാഗത്തായി 20 പർവ്വതങ്ങൾ ചുറ്റും പൊങ്ങി നിൽപ്പുണ്ട്. ആ പർവ്വതങ്ങളുടെ പേരുകൾ ഇപ്രകാരമാണ്: കുരംഗം, കുംശുഭം, വികങ്കടം, ത്രികൂടം, ശിശിരം, പതംഗം, രുചകം, ശിതി, വാസം, നിഷധം, കപിലം, ശംഖപർവ്വതം, വൈഡൂര്യം, ചാരുധി, ഹംസ, ഋഷഭം, നാഗം, കാളഞ്ചരം, നാരദം എന്നിങ്ങനെ
20 പർവ്വതങ്ങളുടെ നിര തന്നെയുണ്ട്. അങ്ങനെ ഈ ജംബുവാദി വൃക്ഷവർണ്ണനം എന്ന 6-ാം അധ്യായം ജഗദംബികയുടെ തൃപ്പാദപത്മങ്ങളെ സമർപ്പിച്ച് നമുക്ക് നാളെ മഹാമായ വർണ്ണനാണ് നോക്കാനുള്ളത്. അത് ആ പൊന്നുണ്ണിക്കണ്ണൻ്റെയും ആ ജഗദംബികയുടെയും അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് നാളെ നോക്കാം. ഇന്നിപ്പോൾ എല്ലാം ആ തൃപ്പാദപത്മങ്ങളെ സമർപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.